ആ സ്വത്തുക്കളെല്ലാം അന്യദിനപ്പെട്ടു പോവില്ലേ? അതിന് ഞാൻ അനുവദിക്കില്ല. ഇങ്ങനെ ഒരു സ്വത്ത് കൈമാറ്റം ഇപ്പൊ ഈ വീട്ടിൽ വേണ്ട. മോളെ, നീ എന്താ ഈ കാണിക്കുന്നത്? എനിക്കിതിന് സമ്മതമല്ല. നിന്റെ സമ്മതം വേണ്ട. എനിക്കിത് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ. അർച്ചന ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചത് മുതൽ ആ കുഞ്ഞ് ഈ വീട്ടിലേതാ. പിന്നെ ആതിരയുടെയും സന്ദീപിന്റെയും മകൾ, അവരുടെ പേരിലാ ഞാൻ ഈ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത്. അത് തടയാൻ നിനക്കെന്താ അവകാശം? എനിക്ക് അവകാശമുണ്ട്. ഞാൻ അച്ഛന്റെ മകളാ. നിന്റെ ഷെയറിൽ നല്ലല്ലോ അച്ഛനാ കുട്ടികൾക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അതൊന്നും ആർക്കും ഷെയർ ചെയ്യുന്നില്ല. മറ്റുള്ളത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ആതിരയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അർച്ചനയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കാൻ പറ്റില്ല. അച്ഛനെ കൊണ്ട് ഇതെല്ലാം പിന്നീന്ന് ചെയ്യിപ്പിക്കുന്നതേ അർച്ചനടുത്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അനാവശ്യം പറയരുത്. സ്നേഹ പറഞ്ഞത് അനാവശ്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ നെല്ലിശ്ശേരി വീട് നിയന്ത്രിക്കുന്നത് മുഴുവൻ ഇപ്പൊ അർച്ചനയാണല്ലോ. അർച്ചന അറിയാതെ ഈ വീട്ടിലൊരു ഈച്ച പോലും പറക്കില്ല. അർച്ചന നിർബന്ധിച്ചുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. മതി. ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും ഇവിടെ കിടന്ന് വഴക്കിടണ്ട. ഇത് എന്റെ മാത്രം തീരുമാനമാണ്. നാളെ ഈ വീട്ടിൽ ജീവിക്കേണ്ട കുഞ്ഞുങ്ങളാ അവർ രണ്ടുപേരും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. ഈ നാട്ടിലെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ. വേണ്ടി വന്ന ഞാൻ കോടതി വരെ പോവും. നിർത്തടി. പറഞ്ഞു പറഞ്ഞ് നീ ഇതെങ്ങോട്ടാ കയറി പോന്നേ? ഇനി നീ ഒരു അക്ഷരം മിണ്ടി അടിച്ച് പല്ലിയാൻ താഴെടും. പെണ്ണുങ്ങളെ ശബ്ദം ഉയർത്തിയാ തല്ലി ഒതുക്കുന്നതാണല്ലോ ആണുങ്ങളുടെ സ്ഥിരം ശീലം. അതെന്നോട് വേണ്ട. നിങ്ങളെപ്പോലെ തന്നെ ഈ അച്ഛന്റെ മകളാ ഞാനും. വാശി എനിക്കുണ്ട്. എന്റെ സമ്മതമില്ലാതെ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിലേ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അതിന് പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ ശിവരാമന്റെ കുട്ടിയാണോ അതോ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോന്നൊക്കെ ആർക്കറിയാം. നിയമപരമായി ദത്തെടുക്കാത്ത ഒരു കുട്ടിക്ക് സ്വത്തുക്കൾ എഴുതി വെക്കേണ്ട ഒരു ആവശ്യവും. കുറ്റം പറഞ്ഞതും പരിഹസിച്ചതും ഒക്കെ മതി. നിയമപരമായിട്ടായാലും അല്ലെങ്കിലും അർച്ചന ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചത് മുതൽ അത് നെല്ലിശ്ശേരിയിലെ കുഞ്ഞാ. ആ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നതിൽ എനിക്കൊട്ടും ഭയമില്ല. വക്കീലേ. സാർ, ഈ ഡ്രാഫ്റ്റ് കീറി കളഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഒറിജിനൽ ഓഫീസിൽ ഇരിപ്പുണ്ട്. നാളെ തന്നെ രജിസ്ട്രേഷൻ നടന്നിരിക്കണം. ശരി സാർ. ഞാൻ തീരുമാനിച്ചതിൽ നിന്ന് ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. തീരുമാനിച്ച പ്രോപ്പർട്ടി എല്ലാം രണ്ടു കുഞ്ഞുങ്ങളുടെയും പേരിൽ എഴുതി വെച്ചിരിക്കണം. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ആ പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയൻസ് ആയിരിക്കും. ബാക്കിയെല്ലാം നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ. ഒന്നിനും ഒരു മാറ്റവും ഇല്ല. എന്നാ ശരി, ഞാനങ്ങോട്ട്. ശരി. വക്കീലെ, എന്തായാലും സ്വത്തുക്കൾ എഴുതാൻ പോവല്ലേ? എന്നാ ഇതും കൂടെ കേട്ടിട്ട് പോക്കോ. എന്ത് വില കൊടുത്തു ഞാൻ ഈ രജിസ്ട്രേഷൻ തടഞ്ഞിരിക്കും. എന്തു പറഞ്ഞടി? എന്താ തല്ലാത്തത്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ ഞാൻ. എന്റെ അഭിപ്രായം ഞാൻ എവിടെയും പറയും. അത് അച്ഛന്റെ മുന്നിലായാലും ആങ്ങളമാരുടെ മുമ്പിലായാലും. മതി നിന്റെ അഹങ്കാരം. അച്ഛനോടും ആങ്ങളമാരോടും എന്തും പറയാമെന്നായോ നിനക്ക്? മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നേ എല്ലാവരെയും കാണിച്ചു തരാം. ഇതിനൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ല. വക്കീലേ, ചെല്ല്. ഓക്കെ സാർ. ആട്ടിത്തരേണ്ടത് നിനക്കാണ്. അവളെ ഇത്ര ഉപദേശിച്ച് വഷളാക്കിയതിന്. സ്നേഹ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇനി അതിന്റെ പേരിൽ എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട. എടുത്തി നിങ്ങളെ ഞാൻ ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത് നിങ്ങളെ ഓർത്തിട്ടല്ല, സച്ചേട്ടനെ ഓർത്തിട്ട് മാത്രമാ. സ്നേഹ, നിന്നോടൊരു വഴക്കിന് തൽക്കാലം എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ പോ. അങ്ങനെ നിങ്ങൾ ഒഴിഞ്ഞു മാറണ്ട. അച്ഛനെ സ്വാധീനിച്ച് എല്ലാം ചെയ്യാൻ ഒരുങ്ങിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാ എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അച്ഛൻ്റെ തീരുമാനമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലെന്ന്. അച്ഛൻ്റെയോ ഈ വീട്ടിലെ ഒരു സ്വത്തും എനിക്കും എൻ്റെ മോക്കോ വേണ്ട. അത് ചോദിച്ചിട്ടായാലും ഇഷ്ടദാനമായാലും അതിൻ്റെ ആവശ്യം എനിക്കില്ല. അതിപ്പോ എന്നോട് പറയുന്നതല്ലേ. അച്ഛന്റെ മുന്നിൽ ചെന്ന് നിന്ന് പാവം നടിച്ചിട്ട് എല്ലാം കൈപ്പറ്റുകയും ചെയ്യും. നിങ്ങൾ എവിടെന്നോ ഒരു കൊച്ചിനെ എടുത്തോണ്ട് ഈ വീട്ടിലോട്ട് കയറി വന്നു. അത് ശിവരാമന്റെ ആയാലും ആരുടെ ആയാലും എനിക്കൊന്നുമില്ല. വളർത്തുന്നതും ഉപേക്ഷിക്കുന്നതും ഒക്കെ നിങ്ങളുടെ താല്പര്യം. അതിന്റെ പേരിൽ ഒരു സ്വത്ത് തർക്കം ഉണ്ടാക്കാൻ ഞാൻ വരുന്നില്ല. പക്ഷെ എനിക്ക് കൂടെ അവകാശപ്പെട്ടതിൽ നിന്ന് ഒരു തരി മണ്ണോ ഒരു ചില്ലി കാശോ ഞാൻ തരില്ല. എല്ലാം ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ട് പോവാനല്ലേ നിങ്ങൾ ആ കൊച്ചിനെയും കൊണ്ടുവന്നത്? ആരില്ലാത്ത അനാഥയായ കൊച്ചിനെ അമ്മയായി കാണുന്ന അർച്ചനെ വാനോളം പുകഴ്ത്തുന്നവരുണ്ടാവും. നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം. ഒരു കുഞ്ഞില്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നിയതല്ലേ ഈ കൊച്ചിനെ വളർത്താന്നുള്ള ചിന്ത? സ്നേഹ, നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്കൊന്നിൻ്റെ ആവശ്യമില്ലാന്ന്. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എൻ്റെ താല്പര്യപ്രകാരം അല്ല. പിന്നെ എന്നു മുതലാണ് നിനക്ക് ഈ പൈസയുടെ സ്വത്തിൻ്റെയൊക്കെ സ്നേഹം തുടങ്ങിയതെന്നും ഇതൊക്കെ ഇപ്പോൾ ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്യുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ധനുഷ് എന്ന് പറയുന്നവരോട് നീ ചെന്ന് പറഞ്ഞേക്ക്, അർച്ചനയ്ക്കൊന്നും വേണ്ടാന്നും അവൻ ഇവിടെ നിന്നും കിട്ടാനും പോകുന്നില്ലാന്നും. ആ, ധനുഷ് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അതിലെന്താ തെറ്റ്? നാളെ ഒരു സമയത്ത് ഞാൻ അവൻ്റെതായി കഴിയുമ്പോൾ അവനും കൂടെ അനുഭവിക്കാനുള്ളതാ ഇതൊക്കെ. ഞങ്ങൾക്കും ഉണ്ടാവും കുഞ്ഞുങ്ങള്. ആ കുഞ്ഞുങ്ങൾക്കും കൂടെ ഉള്ളതാ എവിടുന്നോ കൊണ്ടുവന്ന് ഈ കൊച്ചു അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ദണ്ണം ഉണ്ടാവും. മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അച്ഛനോട് പോയി പറയണം ഒന്നും വേണ്ടെന്നും ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കണ്ടെന്നും. സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം മരുമക്കളോടായതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. അതല്ല, ചുളുവിന് നിന്ന് ഇതെല്ലാം അടിച്ചെടുക്കാനുള്ള പരിപാടിയായിട്ട് ഇനിയും മുന്നോട്ട് പോവാനാണെങ്കിൽ ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഓരോന്ന് ചെയ്തു കളയും. പിന്നെ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും. സ്നേഹേ, നിനക്ക് പറയാനുള്ളതെല്ലാം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞതല്ലേ? പിന്നെന്തിനാ വീണ്ടും അതിനെപ്പറ്റി ഒരു സംസാരം? സച്ചിയേട്ടന്റെ ഈ നിൽക്കുന്ന ഭാര്യയെ കൂടെ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്റെ ഈ നിൽക്കുന്ന ഭാര്യ നിന്റെ ആരുമല്ലേ? മുറ പറഞ്ഞ ഏട്ടത്തിന്ന് വിളിക്കണമെങ്കിലേ ഏട്ടത്തിയായിട്ട് നിൽക്കണം. അവൾ അങ്ങനെ ഏട്ടത്തിയായി നിന്നിരുന്നെങ്കിൽ ഇതിനോടകം അർച്ചന നിന്നെ തല്ലിയാനെ. നീ പറയുന്ന എല്ലാം കേട്ട് ഇതുപോലെ തലതാഴ്ത്തി നിൽക്കില്ലായിരുന്നു. എടീ, എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറയ്. ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളാ എന്റെ ഭാര്യ. അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇനി നീയായിട്ട് അവളെ അനുസരണ പഠിപ്പിക്കാനൊന്നും പോകണ്ട. വല്ലയിടത്തും കിടക്കുന്നതിനൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് വളർത്തുന്നതെല്ലാം ശരി.
അതിന്റെ പേരിൽ സ്വത്തുക്കൾ വേണോന്ന് പറഞ്ഞ് അച്ഛന്റെ പുറകെ നടക്കുന്നത് ശരിയല്ല എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. സ്വത്തുക്കൾ ഞങ്ങളുടെ കുഞ്ഞിന്റെ പേർക്ക് എഴുതണമെന്ന് അച്ഛനോട് അർച്ചന ആവശ്യപ്പെടുന്ന നീ കേട്ടോ? നീ കേട്ടോന്ന്? എന്തിനാ കേക്കുന്നേ? അച്ഛന്റെ അങ്ങനെ ഒരു തീരുമാനം ആര് പറഞ്ഞിട്ടാന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഹ, അങ്ങനെ നീ ഇപ്പൊ ഊഹിക്കണ്ട. എന്റെ കുഞ്ഞിന് വേണ്ടത് സമ്പാദിക്കാൻ എനിക്കറിയാം. അച്ഛൻ ആഗ്രഹിച്ചാലും ഞാനോ ഇവളോ ഞങ്ങളുടെ കുഞ്ഞോ നിങ്ങളുടെ ആരുടെ അവകാശം തട്ടിപ്പറിക്കാൻ വരില്ല. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം വഷളാക്കാതെ നീ പോ. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് നിന്നോട് സംസാരിച്ചു. ഇനി എന്റെ മര്യാദ ഞാൻ മാറ്റിവെക്കും. നീ അർച്ചനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടും ഇപ്പൊ ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് സ്വത്തിന്റെയും കാശിന്റെയും പേരിൽ പരസ്പരം വഴക്ക് കൂടാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയാ, ഇറങ്ങിപ്പോ. പോകാനാ പറഞ്ഞത്. സ്നേഹ, നീ ഇപ്പൊ പോ. ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട. ചെല്ല. അവള് പറഞ്ഞൊന്നും താൻ കാര്യമാക്കണ്ട. കാര്യമാക്കണം സച്ചേട്ടാ. ഇന്ന് അവള് പറഞ്ഞത് നാളെ ഇവിടെ മറ്റുള്ളവർ പറയും. ഇപ്പൊ സ്നേഹം മാത്രം പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതി. നാളെ അത് എല്ലാവരും പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ വേറെ വഴിയില്ലാതാവും. നമ്മളൊന്നും അറിഞ്ഞതല്ലോ, അച്ഛനായിട്ട് തന്നെ തീരുമാനിച്ചല്ലേ. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാന്ന് എനിക്കിപ്പോൾ മനസ്സിലാവാത്ത. അച്ഛനും കരുതി കാണില്ല ഇത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന്. ഞാൻ പോയി അച്ഛനോട് പറഞ്ഞിട്ട് വരാം, അച്ഛൻ്റെ ഈ തീരുമാനം ഒന്ന് പിൻവലിക്കണമെന്ന്. ഇപ്പം തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇനിയും നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. സച്ചയുടെ മോളെ നോക്ക്, ഞാനിപ്പോൾ വരാം. താൻ ഇപ്പൊ തന്നെ പോയി പറഞ്ഞ് അച്ഛനെ സങ്കടപ്പെടുത്തണോ? അച്ഛൻ്റെ സങ്കടത്തിൻ്റെ പ്രശ്നം മാത്രമല്ല സച്ചേട്ടാ ഇത്, നമ്മുടെ മോളുടെ ജീവിതത്തിൻ്റെയും കൂടിയാ. നമ്മൾ അവളെ ഇവിടെ വളർത്തുന്നതിൻ്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. സ്വസ്ഥത വേണം, വളരുന്ന കുഞ്ഞിനും വളർത്തുന്ന നമുക്കും. ഞാനിപ്പോൾ തന്നെ ഒന്ന് അച്ഛനോട് സംസാരിക്കട്ടെ. കാര്യം പോലെ പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവും. കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അർച്ചനയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ല. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. സച്ചേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞതല്ലേ. ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. നീ ഇപ്പോൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. എൻ്റെ കാര്യം അറിയാലോ, എപ്പോഴാ എന്താ സംഭവിക്കാന്നൊന്നും അറിയില്ല. എനിക്കെന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് നിന്റെ ജീവിതം സുരക്ഷിതമാക്കണം. നീ എന്നും ഈ നെല്ലിശ്ശേരി വീട്ടിലുണ്ടാവണം. അതിനുവേണ്ടിയാ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാനിവിടെ എപ്പോഴും ഉണ്ടല്ലോ അച്ഛ. എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ച്
അച്ഛൻ സ്വന്തം മക്കളെ ശത്രുക്കളാക്കരുത്. ആ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി കൂടിയാ. ഇപ്പൊ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്കതിന് സാധിച്ചില്ലെന്ന് വരും. അച്ഛൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ സ്നേഹ അച്ഛൻ്റെ ശത്രുവായി. നേരത്തെ തന്നെ അവൾക്ക് എന്നെ ഇഷ്ടമല്ല. ഇപ്പോൾ ഇതും കൂടി ആവുമ്പോൾ അവൾ എൻ്റെ കുഞ്ഞിനെ കൂടുതൽ ദ്രോഹിക്കും. നിനക്ക് തെറ്റിപ്പോയി മോളെ. ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ നിയമപരമായി ആ കുഞ്ഞിന്റെ പേരിൽ ആവശ്യമുള്ള സ്വത്തുക്കളെല്ലാം എഴുതി വയ്ക്കണം. അതിൻ്റെ ജീവിതം സുരക്ഷിതമാക്കണം. അതിനുശേഷം മാത്രമേ കുഞ്ഞിന്റെ കൈമാറ്റം പോലും അനുവദിക്കൂ. പക്ഷേ ഇവിടെ നിനക്ക് അതൊന്നും വേണ്ടി വന്നില്ല. ദൈവം ഈ കുഞ്ഞിനെ നിന്റെ കൺമുമ്പിൽ കൊണ്ട് തന്നു. നാളെ ആ കുഞ്ഞ് ഒന്നുമില്ലാത്തവളായി ഈ വീട്ടിൽ വളരാൻ പാടില്ല. ഈ വീട്ടിലെ സ്വത്തുക്കൾക്ക് അവകാശിയായെങ്കിൽ മാത്രമേ അവൾക്ക് അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയൂ. അതിനെനിക്കിത് ചെയ്തേ പറ്റൂ. അച്ഛൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നാളെ നന്ദേണ്ണൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിനും കൂടി കൊടുക്കേണ്ടതല്ലേ ഈ സ്വത്തുക്കളെല്ലാം? കൊള്ളാം. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കളെക്കുറിച്ച് നീ ഇങ്ങനെയാണോ കരുതിയത്? എല്ലാവർക്കും ജീവിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ മുഴുവനൊന്നും ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി വയ്ക്കാനൊന്നും പോകുന്നില്ല. അതിന്റെ ചെറിയൊരു ഭാഗം അത്രയേ ഉള്ളൂ. നാളെ നന്ദനൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിന് കൊടുക്കാനുള്ളതും ഞാൻ പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. എന്നാലും സ്നേഹ അച്ഛൻ്റെ ശത്രുവായില്ലേ? അതും ഞാൻ കാരണം? അതൊന്നും നീ കാരണമല്ല. സ്വന്തം അച്ഛനെ ശത്രുപക്ഷത്ത് നിർത്തണമെന്നുള്ളത് അവളുടെ വിധിയാ. ഒക്കെ മാറും. പക്ഷേ നീ വളർത്തുന്ന കുഞ്ഞ് ഈ വീട്ടിൽ അഭിമാനത്തോടെ തന്നെ വളരണം. ആരും അവളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല. ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞാണ് അവളെന്ന് അവൾ അറിയാൻ പോലും പാടില്ല. അതാ കുഞ്ഞിന്റെ മനസ്സ് തകർക്കും. ആതിരയുടെയും നിന്റെയും കുഞ്ഞുങ്ങൾ ഈ വീട്ടിൽ എല്ലാ സന്തോഷത്തോടും ഒത്തൊരുമയോടും കൂടി ജീവിക്കണം. അതിനുവേണ്ടി അച്ഛനിത് ചെയ്തേ പറ്റൂ. നീ എന്നെ തടയാൻ നോക്കരുത്. അച്ഛാ, ഞാൻ പറയുന്നത്... നീ ഇനി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയണ്ട. ഞാൻ ഈ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അത് മാറ്റാൻ ഞാൻ മരിക്കണം. അച്ഛനെ സ്വാധീനിച്ച് കുഞ്ഞിന്റെ പേരിൽ സ്വത്ത് എഴുതി വാങ്ങിച്ചു എന്നുള്ള പഴി ഞാൻ എന്നും കേൾക്കേണ്ടി വരും. അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കണ്ട. നിന്നാ പിന്നെ അതിന് മാത്രമേ മോൾക്ക് സമയമുണ്ടാവൂ. മോള് സമാധാനത്തോടെ ചെല്ല്. നീ ഇങ്ങനെ കിടന്ന് ഭ്രാന്ത് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ഈ സ്വത്ത് കൈമാറ്റം തടയണം. ഇനി അതിനെന്താ വേണ്ടെന്ന് ആലോചിക്കും. ഈ രാജ്യത്ത് കോടതി നിയമമൊക്കെ ഉണ്ടെന്ന് കുറച്ചുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വേണ്ടി വന്നാ കോടതി പോണം. എന്താ നിനക്ക് അതിനുള്ള ധൈര്യമില്ലേ? എന്റെ ധൈര്യത്തിന് ഒരു കുറവുമില്ല. ഏത് കോടതിയിലും പോവാൻ ഞാൻ തയ്യാറുവാ. പക്ഷെ സ്വത്തുക്കൾ അച്ഛന്റെ പേരിലല്ലേ? നിയമപരമായി അച്ഛനത് കൊടുക്കാൻ തീരുമാനിച്ച എനിക്ക് എങ്ങനെ തടയാൻ പറ്റും? ഒരു നല്ല വക്കീലിനെ കാണണം. അത് തടയാനുള്ള കുറുക്കുവഴിയൊക്കെ വക്കീല് പറഞ്ഞുതരും. കോടതിന്ന് സ്റ്റേയും കിട്ടും. അങ്ങനെ സ്റ്റേ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അതിനൊക്കെ പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. അഡ്വക്കേറ്റ് വെങ്കടേഷ്.
വക്കീല് ആളൊരു പുലിയ. നിയമത്തിന്റെ വളവും തിരിവും കള്ളത്തരവും എല്ലാം എടുത്തിട്ട് അമ്മാനമാടാൻ മിടുമിടുക്കൻ. നമുക്ക് പറ്റിയൊരു കക്ഷിയാ. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറയാം. നീ എന്റെ കൂടെ വരാൻ തയ്യാറാണോ? അർച്ചനടുത്തിടെ ഈ തന്ത്രം പൊളിക്കാൻ ഏത് പിശാചിനെ കാണാനും ഞാൻ തയ്യാറാണ്. പിശാചല്ല, അഡ്വക്കേറ്റ് വെങ്കടേഷ്. ഞാനൊന്ന് വിളിക്കട്ടെ. സർ, ഇത് ഞാനാണ്, അവന്തിക. എനിക്ക് സാറിനൊന്ന് നേരിട്ട് കാണണം. ആ, പറ്റിയ ഇന്ന് തന്നെ. ശരി സർ, ഞാൻ വരാം. റെഡി ആയിക്കോ, വക്കീല് കാണാൻ സമ്മതിച്ചിട്ടുണ്ട്.